തടി കുറയണമെങ്കിൽ നിന്റെ ഈ അസുഖം മാറണമെങ്കിൽ ഒന്ന് ഉപവാസം ചെയ്യണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് വെച്ചല്ലോ നമ്മൾ നോമ്പ് നോറ്റൊരു സംഗതി. അപ്പൊ അത് പറഞ്ഞ ആളുടെ താല്പര്യം നോക്കണ്ടേ? ഡോക്ടറാണോ പറഞ്ഞത്? അല്ല, ഈ ഡോക്ടറും നോമ്പുകാരനാണ്. ആര് പറഞ്ഞു? രാജാതിരാജനായ അള്ളാഹു, മാലിക്കുൽ മുലൂക്കായ പടച്ച തമ്പുരാൻ. എന്താ പറഞ്ഞത്? പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അവൻ പാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ടോ ഭക്ഷണം ഉപേക്ഷിക്കുന്നതുകൊണ്ടോ അള്ളാഹ്ക്കൊരു കാര്യമില്ല. എങ്ങനെയായിട്ടില്ലാതെ മല്ലം ചീത്ത വാക്കുകളും ചീത്ത പ്രവൃത്തികളും. ഇപ്പൊ ഏതൊക്കെ ചീത്തയാണ് ഏതൊക്കെ നല്ലതെന്ന് പഠിപ്പിക്കണോ? അസറിന് ശേഷം വട്ടം കൂടിയിരുന്ന് ആരെങ്കിലും നമീമത്തും ഫസാദിയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതിൽ പെടും. നല്ല ശ്രദ്ധ വേണം, മൊബൈൽ മാറ്റണം. വൈഫ് ഭർത്താവിനോട് പറയണം. ഇപ്പം എൻ്റെ ഭാര്യ ഇന്ന് സുബൈ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മൊബൈൽ മാറ്റി വെച്ചെന്ന് പറഞ്ഞു. ഇന്ന് സുബൈയുടെ കാര്യം കേട്ടോ. ഇത് എന്താണ് സംഗതി എന്ന് ഒന്ന് അറിയാൻ വേണ്ടി തുറന്നേ ഉള്ളൂ. അപ്പോഴും പറഞ്ഞത് ആ മൊബൈൽ മാറ്റി വെച്ചു. നല്ലൊരു ഉപദേശമാണത്, ഇഷ്ടക്കേട് വിചാരിക്കണ്ട. ഭാര്യയുടെ അടുത്ത് പറയാം, എൻ്റെ പൊന്നു മോളതെ അവിടെ എടുത്ത് നോക്കി, എത്ര നല്ല ഈ സാധനം നമ്മളെ നശിപ്പിക്കുന്ന അത്ര ഇന്നത്തെ കാലത്ത് നശിപ്പിക്കലാന്നാണ്. ഞാൻ അതൊരു വിഷയമായിട്ട് തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ മല്ലം വൽ അമല ബിഹി, ഉപേക്ഷിച്ചേ മതം. ചീത്ത വാക്കുകൾ, അതിനു പറ്റിയൊരു ചീത്ത വാക്ക് പറയാൻ പ്രേരിപ്പിക്കുന്ന പിശാച് ബന്ധിതനാണ്, അല്ലേ? സ്വർഗ കവാടങ്ങൾ തുറന്നു കിടക്കുന്നു, നരക കവാടങ്ങൾ അടക്കപ്പെട്ടു. ജന്നത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു. ആ ജന്നത്തിലാകട്ടെ റയ്യാൻ എന്നൊരു കവാടം. റയ്യാൻ എന്നൊരു കവാടം. ആ കവാടത്തിലെ ഒരേ ഒരു വിഭാഗം മാത്രം കടന്നു പോകുന്നു. ആരാത്? നോമ്പുകാർ. നോമ്പുകാരൻ അങ്ങോട്ട് കടന്നാൽ ആ കവാടം അടയും. നോമ്പുകാർക്ക് മാത്രമേ തുറക്കപ്പെടൂ. നമ്മൾ സാധാരണ സ്കാൻ ചെയ്ത് കടക്കൂലോ. ആ കമ്പനിയിലെ തൊഴിലാളികൾ മാത്രം അവരുടെ ID കാർഡ് സ്കാൻ ചെയ്യുകയോ അവരുടെ ഐസോ മുഖമോ ഫേസോ ഒക്കെ സ്കാൻ ചെയ്തിട്ട് ആ ഡോറങ്ങ് തുറയും. എന്നതുപോലെ റയ്യാന്റെ കവാടം നോമ്പുകാരൻ ചെന്നാൽ തുറയും, കയറിക്കഴിഞ്ഞാൽ അതടയും. അതിൽ ഞാനും കൂടി കയറിക്കോട്ടെ. അങ്ങനെ മറ്റുള്ളവരുടെ വഴി കൂടെ നമുക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതുകൊണ്ട് റയ്യാൻ എന്ന കവാടം റമദാനുമായി നമ്മൾ ഓർക്കണ ഒരു സംഗതിയാണ്. ആർക്കാണിത്? നോമ്പുകാർക്കാണ്. ആരാണ് നോമ്പുകാർ? അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചവരാണ് നോമ്പുകാർ? അല്ല. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചവരാണ് നോമ്പുകാർ? അല്ല. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന് ഒരു താല്പര്യമില്ല. പിന്നെ എന്താ താല്പര്യം? ഖൗല സൂരി വൽ അമല ബിഹി, ചീത്ത വാക്കുകളും ചീത്ത പ്രവൃത്തി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വാക്കാണ്, നാവാണ്. ആരെയും കുത്തി നോപ്പിക്കാൻ കഴിയുന്ന നാവ്. അത് ഉപേക്ഷിച്ചാൽ അവന് ഇത് കിട്ടും.